പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സൂര്യയെ ഞെട്ടിച്ചുകൊണ്ട് ഒടുവിൽ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ്. വിചാരിച്ചതുപോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്ന സൂര്യ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് അഞ്ജലിയെയും മനുവിനെയും വീണ്ടും വേർപിരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. പക്ഷേ എന്താണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. തനിക്ക് നേരിട്ട് ഈ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ഈ കാര്യത്തിൽ ഇടപെടുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും? ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ വേണം കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ. എൻ്റെ കാര്യവും അതിൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മനുവിനെയും അതുപോലെ തന്നെ അഞ്ജലിയെയും മനുവിൻ്റെ അച്ഛൻ വിളിക്കുന്നത്. ഇതോടെ മനു എന്തിനാണ് അച്ഛൻ വിളിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. മനുവിൻ്റെ അച്ഛൻ ഇത് കേട്ടതിനെ തുടർന്ന് മനുവും അഞ്ജലിയും ഇനി ഈ വീട്ടിൽ നിൽക്കരുത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അഞ്ജലിയാകെ ഞെട്ടിപ്പോകുന്നു. എന്തു പറ്റിയാച്ചാ? അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എനിക്ക് അത് മനസ്സിലായില്ലല്ലോ. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? അച്ഛൻ ആ കാര്യം പറയണം. അറിയാതെ എന്ത് തെറ്റെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ക്ഷമ ചോദിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് അങ്ങനെ അല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുകയാണ് അയാൾ. ഞാൻ ഈ പറഞ്ഞത് മറ്റൊരു അർത്ഥത്തിലാണ് എടുക്കേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ ആകെ പകച്ച് നിന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ അവർ. ഇതോടെ നിങ്ങൾ പുതിയൊരു ജീവിതം ആരംഭിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ആ കാര്യത്തിൽ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ വീട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞതിനുദ്ദേശം മറ്റൊന്നാണ്. നിങ്ങൾ ഹണിമൂണിനായി എവിടേക്കും ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹണിമൂണിന് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അതിനുവേണ്ടി ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾ ഇനി അവിടേക്ക് പോകണം. എത്രയും പെട്ടെന്ന് തന്നെ പാക്കിംഗ് നടത്തിക്കോളൂ. ഒരാഴ്ചത്തോളം കാലം നിങ്ങൾ അവിടെ ഒന്ന് എൻജോയ് ചെയ്തു വരൂ എന്നുള്ള കാര്യം വ്യക്തമാക്കിയതിനെ തുടർന്ന് അഞ്ജലിക്കും അതുപോലെ തന്നെ മനുവിനും വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. ഇതോടെ അവർ പാക്കിങ്ങിൻ്റെ കാര്യവുമായി മുന്നിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് ഈ കാര്യം സൂര്യ അറിയാൻ ഇടയാകുന്നത്. ഇതോടെ സൂര്യ ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെയല്ല, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അതുകൊണ്ട് പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ. ഇല്ലെങ്കിൽ തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന സൂര്യ അവരുടെ ഹണിമൂൺ മുടക്കണമെന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിനിടയിൽ പ്രഭയും അഞ്ജലിക്ക് തിരിച്ചടി കൊടുക്കണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പദ്ധതികൾ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് പുതിയ വിലങ്ങുതടി ആയിരിക്കുകയാണ് അഞ്ജലിയുടെ പ്രതീക്ഷകൾക്ക്.
പക്ഷേ തിരിച്ചടി പ്രഭയ്ക്ക് തന്നെയാണ് ഇതേ തുടർന്ന് ലഭിക്കുന്നത്. ഒടുവിൽ സൂര്യയുടെ ചതി മനു മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.